അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിൽ മുസ്തഫ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. രണ്ടാമത്തെ സെമസ്റ്ററിലെ ആദ്യത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത, ഒരു പക്ഷേ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ടേമാണ് അൽ അക്സുൽ മുസ്തവി. കഴിഞ്ഞ സെമസ്റ്ററിൽ സമയദൗർലഭ്യം മൂലം ചില ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ഒരു വിടവ് കൂടി നികത്തിയിട്ടാണ് പുതിയ സെമസ്റ്ററിലെ ക്ലാസ്സുകൾ നമ്മൾ നടത്തുക. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു ചെറിയ കുറിപ്പ് ഞാൻ വിട്ടിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് വായിക്കുക. കാരണം ഒരു കളിയ എങ്ങനെയായിരിക്കണം, ഒരു കളിയയിലുള്ള അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയാലേ ഒരു കളിയയുടെ ഭാഗമായ അക്സ് മുസ്തവിയെ മനസ്സിലാക്കൂ. അപ്പോൾ ആദ്യം അത് പറയാം. ഒരു കളിയ അല്ലെങ്കിൽ ഒരു ജുംല എന്ന് പറഞ്ഞാൽ, കളിയ എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ ടൈമാണ്, മന്തിക്ക് ജുഡീഷ്യൽ കൂടിയാണ്, കേസ് എന്നാണ് അർത്ഥം. നമുക്ക് ജുംല എന്ന് പറയാം. ഒരു ജുംലയിൽ രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, ഒന്ന് മൗലൂ, രണ്ട് മഹ്മൂൽ. മൗലൂ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ എല്ലാ മനുഷ്യരും ജീവികളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ അറബി പറയുക? കുല്ലു ഇൻസാനിൻ ഹയവാനുൻ എന്നാണ്. ഇൻസാന് എന്നുള്ളത് മൗലൂ, ഹയവാന് രണ്ടാമത്തത് മഹ്മൂൽ. ഇങ്ങനെയാണ്. അക്സ് മുസ്തവിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതിനങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക എന്നാണ്. മൗലൂവിൻ്റെ സ്ഥാനത്ത് മഹ്മൂലിനെ കൊണ്ടുവരിക, മഹ്മൂലിൻ്റെ സ്ഥാനത്ത് മൗലൂവിനെയും കൊണ്ടുവരിക. അപ്പോൾ കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്നുള്ളിടത്ത് ഇൻസാന് എന്ന അതായിരുന്നല്ലോ ആദ്യം, അവിടെ ഹയവാനെ കൊടുന്നിടുക, ഹയവാൻ എന്നുള്ളിടത്ത് ഇൻസാനെ കൊടുക്കും. സംഗതി എളുപ്പമല്ലേ എന്ന് തോന്നും. പക്ഷേ അങ്ങനെ വെറുതെ കൊടുന്നിട്ടാൽ മാത്രം പോരാ, രണ്ട് ഷർത്തുകളുണ്ട്. അതാണ് പ്രധാനം. ഈ രണ്ട് ഷർത്തുകളിൽ ഒന്ന് മഅ ബഖാ ഇസ്ദിഖി വൽ കൈഫി എന്നാണ്. ഒന്നാമത്തെ ഷർത്ത്, രണ്ട് കളിയയും ശരിയായിരിക്കണം. വെറുതെ നുണ പറയാൻ പറ്റൂല, രണ്ടും സത്യസന്ധമായിരിക്കണം കളിയകൾ. നുണ പറയാനാണെങ്കിൽ കുറേ പറയാൻ പറ്റും നമുക്ക്, ഈ പണിക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. സത്യസന്ധമാവണം ഒന്നാമത്തെ ഷർത്ത്. രണ്ട് കളിയയുടെയും, അഥവാ നമ്മൾ അക്സ് ചെയ്യുന്ന തിരിച്ചിടുന്ന കളിയയുടെയും ഒറിജിനൽ കളിയയുടെയും കൈഫ് ഒന്നായിരിക്കണം. എന്താണ് കൈഫ് എന്ന് പറഞ്ഞാൽ? കൈഫ് എന്ന് പറഞ്ഞാൽ മൂജബയാണോ സാലിബയാണോ, പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് അല്ലേ കൈഫ്. ഒരു കളിയ രണ്ട് രൂപത്തിൽ, രണ്ട് കൈഫിലേ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ മൂജബ അല്ലെങ്കിൽ സാലിബ. കമ്മ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്, അതും രണ്ട് കോലത്തിലേ ഉണ്ടാവുള്ളൂ, ഒന്നുകിൽ കുല്ലിയ അല്ലെങ്കിൽ ജുസ്ഇയ. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എന്തായാലും ഒറിജിനൽ കളിയ മൂജബയാണെങ്കിൽ തിരിച്ചിടുന്ന കളിയയും മൂജബയാവണം, ഒറിജിനൽ കളിയ സാലിബയാണെങ്കിൽ തിരിച്ചിടുന്ന കളിയയും സാലിബയാവണം. ഈ രണ്ട് ഷർത്തുകളും പാലിച്ച് ഒരു കളിയെ അക്സ് മുസ്തവി ചെയ്യാൻ, അക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. അക്സുൽ മുസ്തവി എന്ന പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കളിയെക്കുറിച്ച് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു കളിയയിൽ രണ്ട് ഘടകങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് മൗലൂ, രണ്ട് മഹ്മൂൽ. രണ്ട്, കളിയ 4 വിധത്തിലാണ് വരിക അല്ലേ? കളിയ 4 വിധത്തിലാണ്, അത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. കമ്മും കൈഫും വെച്ചിട്ട്, കൈഫ് അല്ലേ, മൂജബ കുല്ലിയ, മൂജബ ജുസ്ഇയ, സാലിബ കുല്ലിയ, സാലിബ ജുസ്ഇയ. ഈ 4 വിധം. ഈ 4 വിധത്തിലുള്ള കളിയകളെ അക്സ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പാഠഭാഗത്തേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ അക്സുൽ മുസ്തവി. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അൽ അക്സുൽ മുസ്തഖീം എന്ന പേര് കൂടിയുണ്ട്. വഹുവ ഇബാറത്തുൻ അൻ ജഅലിൽ ജുസ്ഇൽ അവ്വലി മിനൽ കളിയ. കളിയയിലെ രണ്ട് ഘടകങ്ങളിൽ ഒരു ഘടകമായ മൗലൂഇനെ പിടിച്ചിട്ട് എന്താക്കുക? സാനിയ, മഹ്മൂലിൻ്റെ സ്ഥാനത്ത് കൊണ്ടിടുക. വൽ ജുസ്ഇ സാനി, രണ്ടാമത്തെ ജുസ്ഇനെ മഹ്മൂലിനെ കൊണ്ടുപോയിടുക, അവ്വല മൗലൂഇൻ്റെ സ്ഥാനത്ത്. സിമ്പിളാണ്, അതുവരെ സിമ്പിളാണ്. പക്ഷെ പിന്നെ പ്രയാസം എന്താ? മഅ ബഖാ ഇസ്ദിഖി വൽ കൈഫി. രണ്ട് ഷർത്തുണ്ട്. രണ്ട് കളിയകളും സാദിഖാവണം, സത്യസന്ധമാവണം. പിന്നെയോ കൈഫ് മാറാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി പണി എളുപ്പമാണ്. ഇനി ഇത്രയും ആയിക്കഴിഞ്ഞാൽ സംഗതിയുടെ ഒരു നിയമാവലി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ വശത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആവർത്തിക്കും, ഇത് തുടർന്നും ആവർത്തിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ചില വിടവുകൾ നികത്തിയാണ് മുന്നോട്ട് പോകാൻ. മൂജബ കുല്ലിയ, മൂജബ ജുസ്ഇയ, സാലിബ കുല്ലിയ, സാലിബ ജുസ്ഇയ. ഈ 4 കളിയകളുടെയാണല്ലോ അക്സ് നമുക്ക് എടുക്കേണ്ടത്. നമുക്ക് ആദ്യം സാലിബ കുല്ലിയൻ്റെ എടുക്കാം. സാലിബ കുല്ലിയൻ്റെ. അപ്പോൾ സാലിബ കുല്ലിയൻ്റെ അക്സ് സാലിബ കുല്ലിയ തന്നെ ആയിരിക്കും.
അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് ഉദാഹരണം പറയാം. സാലിബ കുല്ലിയ പറഞ്ഞാൽ എന്താ? സാലിബ പറഞ്ഞാൽ ഇല്ല, കുല്ലിയ പറഞ്ഞാൽ പൂർണ്ണമായും. അപ്പോൾ പൂർണ്ണമായും ഇല്ല അഥവാ തീരേ ഇല്ല അല്ലേ? തീരേ ഇല്ല എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് തീരേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അക്സും തീരേ ഇല്ല എന്ന് തന്നെയായിരിക്കും. ഉദാഹരണം നോക്കാം. ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരിൻ, മനുഷ്യരിൽ ഒന്നും തന്നെ കല്ല് അല്ല. അത് മനുഷ്യരിൽ തീരെ കല്ല് എന്ന് പറഞ്ഞ സാധനം തീരേ ഇല്ല അല്ലേ? മനുഷ്യരാരും കല്ലല്ലല്ലോ. മനുഷ്യരിൽ ഒന്നും തന്നെ കല്ലല്ല. അപ്പോൾ സാലിബ കുല്ലിയായി. മനുഷ്യരിൽ ഒന്നും തന്നെ കല്ലല്ല. അപ്പോൾ തിരിച്ചു പറയുമ്പോൾ എന്ത് തന്നെ വേണം? കല്ലിൽ നിന്ന് ഒന്നും തന്നെ മനുഷ്യരും അല്ല. അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ അല്ലേ? മനുഷ്യരാരും കല്ലല്ല, കല്ലാരും മനുഷ്യരുമല്ല, ഇങ്ങനെ വരുള്ളൂ. എന്താ അങ്ങനെ വരുള്ളൂ എന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ അതിനൊരു ചെറിയ പണിയുണ്ട്. എന്തുകൊണ്ട്? ചോദ്യം ഇതാണ്. എന്തുകൊണ്ട്? ചോദ്യം മനസ്സിലാക്കിക്കോളും. ഇതൊക്കെ നിങ്ങൾക്ക് കുറിപ്പ് എഴുതാനുള്ളതാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ പോയ മാതിരി അത്ര അവധാനതയോടെ അല്ല, കുറച്ചുകൂടി സീരിയസോടെ പോകേണ്ടതാണ്. അത് ഞാൻ പറയാം പാഠഭാഗത്തിൻ്റെ അവസാനം. അപ്പോൾ ചോദ്യം ഇതാണ്. എന്തുകൊണ്ട് സാലിബ കുല്ലിയയുടെ അക്സ് സാലിബ കുല്ലിയ തന്നെ ആവണം? ഇതാണ് ചോദ്യം. ഉത്തരം. പിന്നെ സാലിബ കുല്ലിയയുടെ അക്സ് സാലിബ കുല്ലിയ അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? ഒന്നുകിൽ മൂജബ കുല്ലിയ, അല്ലെങ്കിൽ മൂജബ ജുസിയ, അല്ലെങ്കിൽ സാലിബ ജുസിയ. ഓക്കെ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടോ? സാലിബ കുല്ലിയയുടെ അക്സ് സാലിബ കുല്ലിയ ആവണം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി ഒരാൾ എഴുന്നേറ്റ് എന്ന് ചോദിക്കണം, എന്താ അങ്ങനെ തന്നെ ആവണം ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചാൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമുക്കുള്ള സാധ്യതകൾ എന്താ? ഒന്നുകിൽ മൂജബ കുല്ലിയ ആവണം, മൂജബ ജുസിയ ആവണം, അല്ലെങ്കിൽ സാലിബ ജുസിയ ആവണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൈഫ് രണ്ടും ഒന്നാവണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ കദിയയുടെ കൈഫ് സാലിബയാണെങ്കിൽ അക്സിൻ്റെ കൈഫും സാലിബയാണെന്ന് പറഞ്ഞു. അപ്പോൾ മൂജബ കുല്ലിയയും മൂജബ ജുസിയും അങ്ങനെ ഒഴിവായി. കാരണം സാലിബൻ്റെ നേരെ ഓപ്പോസിറ്റ് സാലിബന്നെ ആവണ്ടേ. മൂജബ കുല്ലിയും മൂജബ ജുസിയും മൂജബല്ലേ. അപ്പോൾ അതിനെ രണ്ടിനെ ഒഴിവാക്കി. ഇനി ബാക്കി നിൽക്കുന്നത് എന്ത് മാത്രമാണ്? സാലിബ ജുസിയ മാത്രമാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. ആയിക്കോട്ടെ, മൂജബ കുല്ലിയനി മൂജബ ജുസിയനി നിങ്ങൾ ഒഴിവാക്കിയത് ഞങ്ങൾ സമ്മതിച്ചു. എന്തുകൊണ്ട് സാലിബ ജുസിയ ആയിക്കൂടാ? സാലിബ കുല്ലിയന്നെ ആവണമെന്ന് എന്തത്ര നിർബന്ധം? എന്തുകൊണ്ട് സാലിബ ജുസിയ ആയിക്കൂടാ? അപ്പോൾ ഇങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യരിൽ ആരും കല്ലല്ല എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കല്ലിൽ നിന്ന് ചിലത് മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ പോരെ? കല്ലിൽ നിന്ന് ചിലത് മനുഷ്യരല്ല എന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് പോലെ ചോദ്യം. ഉത്തരം ബി ദലീലിൽ ഖുൽഫി. അവിടെ ദലീലുൽ ഖുൽഫ് എന്നുള്ളത് അടിവരയിട്ടോളിയും. അടുത്ത നോട്ട് എഴുതാനുള്ളതാണ് എന്താണ് ദലീലുൽ ഖുൽഫ്. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞുതരാം, വാക്കർത്ഥം പറഞ്ഞുതരാം. ഖുൽഫ് എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യം എന്നാണ് അർത്ഥം. മന്തിക്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് വൈരുദ്ധ്യം. പറയുന്ന കാര്യത്തിൽ ഒരാൾ തന്നെ പറയുന്ന കാര്യത്തിൽ ഇപ്പോൾ പണ്ട് നോട്ട് നിരോധിച്ച മാതിരി, നോട്ട് നിരോധിച്ചത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ശരിയല്ല, ആളുകളൊക്കെ അടങ്ങറാക്കുന്നതാണെന്ന് അയാൾ പറയും. അപ്പോൾ കള്ളപ്പണത്താക്കാനല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് ശരിയാണ്. ഒരാൾ തന്നെ രണ്ടും പറയുന്ന പോലെ അത് ഒരിക്കലും മന്തിക്കിൽ പറ്റൂല. ദലീലുൽ ഖുൽഫ് എന്നാണ് അതിന് പറയാം. ഖുൽഫ് പറ്റില്ല എന്നുള്ളതാണ് ദലീലുൽ ഖുൽഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് വെച്ചാൽ തഖരീറുഹു, അതിൻ്റെ വിശദീകരണം. ദലീലുൽ ഖുൽഫിൻ്റെ വിശദീകരണം കേട്ടോ. ലൗലം യസ്തുക്ക്. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് ഇതാണ്, ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരിൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് തന്നെ വരണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾ പറയുന്നു എന്തുകൊണ്ട് ബഅ്ലുൽ ഹജരി ലൈസ ബി ഇൻസാൻ എന്ന് പറഞ്ഞാൽ പോരാ എന്ന്. അതെ, ലൗലം യസ്തുക്ക് ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ശരിയായിട്ടില്ലെങ്കിൽ, അഥവാ ഞങ്ങൾ പറഞ്ഞ പോലെ ശരിയായിട്ടില്ലെങ്കിൽ, എപ്പോൾ ഇന്ത സിദിക്ക് കൗലിന ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരി, ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരിൻ എന്ന ഒറിജിനൽ ഖദിയയുടെ അക്സായിട്ട് ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ വരിക? ലസദുക്ക നഖീലുഹു. നഖീൽ തൊട്ട് മുമ്പത്തെ ബാബിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കണം. ലസദുക്ക നഖീലുഹു, ഈ ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അവിടെ വന്നു വരും. ഒരു വസ്തു വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ വരും. അക്സറിന് ഓപ്പോസിറ്റ് അല്ല കേട്ടോ. അക്സറിനെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മിററിൽ, ഒരു കണ്ണാടിയിൽ ഇങ്ങനെ കാണുന്നതാണ്. നമ്മുടെ ഓപ്പോസിറ്റ് അല്ലല്ലോ കണ്ണാടിയിൽ കാണുന്നത്, നമ്മുടെ ഒരു പ്രതിബിംബമല്ലേ. അപ്പോൾ അക്സിന് പ്രതിബിംബം എന്നേ പറയാൻ പറ്റുള്ളൂ. നക്കീലാണ് ഓപ്പോസിറ്റ്. ഖുൽഫ് വൈരുദ്ധ്യം. എന്തായാലും ലി സിദിക്ക് നക്കീലിഹി ല സദുക്ക നക്കീലുഹു. അപ്പോൾ ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റായ ബഅ്ലുൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ശരിയാവേണ്ടി വരും. ബഅ്ലുൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ശരിയാവേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഫനളുമ്മുഹു മഅൽ അസ്ലി. അപ്പോൾ ഈ ബഅ്ലുൽ ഹജരി ബി ഇൻസാനിൻ എന്ന് ഒറിജിനൽ ഖദിയയായ ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരിൻ എന്നുള്ളതിലേക്ക് ചേർത്ത് വെച്ച് നോക്കി നിങ്ങൾ. മനുഷ്യരാരും കല്ലല്ല, എന്നാൽ ചില കല്ലുകൾ മനുഷ്യരാണ് എന്ന് വരും. മനുഷ്യരാരും കല്ലല്ല, ചില കല്ലുകൾ മനുഷ്യരാണ്. എന്താണ് ഇപ്പം ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ബഅ്ലുൽ ഹജരി ഇൻസാനും, ചില കല്ലുകൾ മനുഷ്യരാണ്, എന്നാൽ വലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജരിൻ, മനുഷ്യരാരും കല്ലല്ല എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ?
ബാദുൽ ഹജറി ലൈസ ബി ഹജർ, ചില കല്ലുകൾ കല്ലുകളല്ല എന്നാ വരിക ലാസ്റ്റ്. ചില കല്ലുകൾ കല്ലുകളല്ല. എന്താ അപ്പോൾ ഖുൽഫ് വരികയാണ്. ഫയൽസമു സൽബു ഷൈഇ അൻ നഫ്സിഹി, അപ്പോൾ ഒരു വസ്തുവിനെ അതിൽ നിന്ന് തന്നെ എടുത്തു കളയേണ്ടി വരികയാണ്. ഒരു കല്ല് എന്ന് പറയുന്ന വസ്തുവിനെ കല്ലിൽ നിന്ന് എടുത്തു കളയേണ്ടി വരികയാണ്. വദാലിക മുഹാലുൻ, ഇത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ദലീലുൽ ഖുൽഫ്. അതുകൊണ്ട് വരേണ്ടത് ഏതു തന്നെ, ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഹജറിൻ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ലാ ഷൈഅ മിനൽ ഹജരി ബി ഇൻസാനിൻ, സാലിബ കുല്ലിയയുടെ ഓപ്പോസിറ്റായിട്ട് സാലിബ കുല്ലിയ തന്നെ. ഇത് മനസ്സിലാക്കണം. ഒരു രാഷ്ട്രീയോദാഹരണം പറയാം ഇതിൻ്റെ അതേ ടോണിൽ, അല്ലേ. ഒരു ലീഗുകാരനും മാർക്സിസ്റ്റുകാരനല്ല എന്ന് നമ്മൾ പറയാം. കാരണം ലീഗ് മാർക്സിസ്റ്റ് അത്രയും വൈരുദ്ധ്യമുണ്ട്, കോൺഗ്രസ് പോലെയല്ല, അല്ലേ. ഒരു ലീഗുകാരനും മാർക്സിസ്റ്റുകാരനല്ല. തിരിച്ചു നമുക്ക് എന്താ പറയുക, ഒരു മാർക്സിസ്റ്റുകാരനും ലീഗുകാരനും ആവില്ല. ഓക്കെ, അങ്ങനെ വരേണ്ടത്. മറിച്ച് ഒരു ലീഗുകാരനും മാർക്സിസ്റ്റുകാരനല്ല എന്ന ഒറിജിനൽ കഥയുടെ ഓപ്പോസിറ്റ് ഒരു മാർക്സിസ്റ്റുകാരനും ലീഗുകാരനല്ല എന്നല്ല വരുന്നതെങ്കിൽ പിന്നെ വരാൻ പറ്റുന്നൊരു സാധ്യത എന്താ, ചില മാർക്സിസ്റ്റുകാരൊക്കെ ലീഗാണെന്നാണ്, അല്ലേ. അത് ഒറ്റക്ക് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് ഒരു ലീഗുകാരനും മാർക്സിസ്റ്റുകാരനല്ല എന്നുള്ളതിൻ്റെ നേരെ അക്സായിട്ട് ചില മാർക്സിസ്റ്റുകാർ ലീഗുകാരാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥം, ചില മാർക്സിസ്റ്റുകാരല്ല എന്ന് വരും. അതിൻ്റെ പുറത്ത് അങ്ങനെ തുടങ്ങി ഏത് കഥ എടുത്താലും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരും. അതുകൊണ്ടാണ് പറയുന്നത് സാലിബ കുല്ലിയയുടെ ഓപ്പോസിറ്റ് സാലിബ കുല്ലിയ തന്നെ വരണം. സംഗതി മനസ്സിലായി കാണും. അടുത്തത് സാലിബ ജുസിയ. ഇതും കൂടി പറഞ്ഞ് നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നിർത്തും. പിന്നെ നാളെ ബാക്കി 2 പറയാം. സാലിബ ജുസിയയുടെ ഓപ്പോസിറ്റ് ഒരു ഓപ്പോസിറ്റ് അല്ല, അക്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. സാലിബ ജുസിയക്ക് അക്സ് ഇല്ല. എന്തുകൊണ്ടില്ല? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 4 സാധ്യതകളുള്ളത്. ഒന്നുകിൽ മൂജബ കുല്ലിയ ആവണം, അല്ലെങ്കിൽ മൂജബ ജുസിയ ആവണം. ഇവ രണ്ടും പറ്റൂല എന്നറിയാലോ, കൈഫിൽ ഒരേപോലെ ആവണം. പിന്നെ സാധ്യതകൾ എന്താ, സാലിബ കുല്ലിയ അല്ലെങ്കിൽ സാലിബ ജുസിയ. ഇതും ആവില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അവിടെ ശ്രദ്ധിക്കണം, അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കണം. ലി ജവാസി ഉമൂമിൽ മൗദൂഇ ഫിൽ ഹംലിയ വൽ മുഖദ്ദമി ഫി ഷർത്തിയ. മുഖദ്ദം ഫി ഷർത്തിയ, ഷർത്തിയായ കഥകൾ നമുക്ക് തൽക്കാലം ഇവിടെ മാറ്റി നിർത്താം. ഇതിലെവിടെയും അതിൻ്റെ ഉദാഹരണം പറയാത്തത് കൊണ്ട് നമുക്ക് ഹംലിയായ കഥകളെ മാത്രം മതി. ഒരു ഹംലിയായ കഥ അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസിൽ ചിലപ്പോൾ മൗദൂ അഥവാ ആദ്യം വരുന്ന സാധനം ആമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് അതിൻ്റെ ആദ്യത്തെ ജുസ് അതാണല്ലോ മൗദൂ. അത് ചിലപ്പം മഹ്മൂലിനേക്കാൾ ആമാവാൻ സാധ്യതയുണ്ട് ചില കലിയകളിലെങ്കിലും. ഉദാഹരണം പറഞ്ഞാൽ യസ്തുക്കു ബാലുൽ ഹൈവാനി ലൈസ ബി ഇൻസാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ചില ജീവികൾ മനുഷ്യരാണെന്ന് പറയാൻ പറ്റും. ബാലുൽ ഹൈവാനി ഇൻസാനു ബാലുൽ ഹൈവാനി ലൈസ ബി ഇൻസാൻ സാലിബ ജുസിയാണല്ലോ. ചില ജീവികൾ മനുഷ്യരല്ല. കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല, സാദിക്കായ കഥയാണ്. ചില ജീവികൾ മനുഷ്യരല്ല. നേരത്തെ ഇന്ത്യക്കാരെ പറഞ്ഞ മാതിരി. കാരണം ജീവികളായിട്ട് കുതിരണ്ട്, കഴുതണ്ട്, ഇതൊന്നും മനുഷ്യരല്ല. അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ബാലുൽ ഇൻസാനി ലൈസ ബി ഹൈവാൻ എന്ന് പറയാൻ പറ്റും. നമുക്ക് മനുഷ്യരിൽ ചിലർ ജീവികളല്ല എന്ന് പറയാൻ പറ്റും. നമുക്കെന്ത് പറയാം, ചില ഇന്ത്യക്കാർ കേരളീയരല്ല എന്ന് പറയാൻ പറ്റും, അല്ലേ. അവർ വല്ല തമിഴ്നാട്ടുകാരോ ആസാമോ ബീഹാറോ ഏതെങ്കിലും ഉത്തരാഖണ്ഡോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ചില ഇന്ത്യക്കാർ കേരളീയരല്ല എന്ന് പറയാം. തിരിച്ച് ചില കേരളീയർ ഇന്ത്യക്കാരല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കേരളത്തിലാണ് ഇന്ന് ഇന്ത്യയിലും അല്ലാന്ന് അങ്ങനെ പറയാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് ഇതിന് അക്സയില്ല എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഏത് ഉദാഹരണങ്ങൾ എടുത്തോളിയും അങ്ങനെ വരുള്ളൂ. ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നോക്കി, ബാദുൽ ഹൈവാനി ലൈസ ബി ഇൻസാൻ എന്ന ഒറിജിനൽ കഥയിലെ മൗദൂ ഹൈവാന് ആണ്. എങ്ങനെ? ബാദുൽ ഹൈവാനി ലൈസ ബി ഇൻസാൻ എന്നുള്ളതാണല്ലോ ഒറിജിനൽ കഥിയ. അതിൻ്റെ അക്സ് ആണല്ലോ നമ്മൾ പറഞ്ഞ അക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാദുൽ ഹൈവാനി ലൈസ ബി ഇൻസാൻ എന്നുള്ളിടത്തുള്ള മൗദൂ ഹൈവാനാണ്. ഈ ഹൈവാന് അതിൻ്റെ മഹ്മൂല ഇൻസാനിനേക്കാൾ ആമാണ്. ഇങ്ങനെ മഹ്മൂലിനേക്കാൾ ആമാണ് മൗദൂ എങ്കിൽ എല്ലായിടത്തും ഇങ്ങനത്തെ പ്രശ്നം വരും. ആ പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗ്ഗമാണ് പറയുന്നത് സാലിബ ജുസിയക്ക് അക്സ് ഇല്ല. അപ്പോൾ നമ്മൾ വെറും എന്ത് മാത്രം പഠിച്ചാൽ പോരാ, സാലിബ കുല്ലിയയുടെ അക്സ് എന്ത്, സാലിബ കുല്ലിയ, സാലിബ ജുസിയയുടെ അക്സ് എന്ത്, ഇല്ല, അക്സ് ഇല്ല, നിൽ എന്ന് മാത്രം പഠിച്ചാൽ പോരാ, എന്തുകൊണ്ട് എന്ന് കൂടി വേണം. അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അതാണ്, വൈ എന്നുള്ളതാണ്. ഓക്കെ, ബാക്കി ഇനി മൂജബ കുല്ലിയും മൂജബ ജുസിയയും ഉള്ളത് അത് പറയാൻ കുറച്ചുകൂടി വിശദീകരണം ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അഥവാ അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ ടൈം ടേബിളിലെ ക്ലാസ്സിലല്ല, അടുത്ത ക്ലാസ്സിൽ നാളെ തന്നെ നമ്മളത് പറയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ആ ഒരു കുറിപ്പ് നിങ്ങൾക്ക് തയ്യാറാക്കി തന്നല്ലേ, ഇതൊരു മോഡൽ മാത്രമാണ്. തുടർന്നുള്ള ക്ലാസ്സിലൊക്കെ ഇത് തയ്യാറാക്കേണ്ടത് നിങ്ങളാണ്. ഇന്ന് നമ്മൾ പറഞ്ഞതിൽ ഏകദേശ കാര്യങ്ങൾ ഞാൻ ആ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പകർത്തി എഴുതുകയും
സാലിബ കുല്യയുടെ കാര്യത്തിൽ നമ്മൾ വിശദീകരിച്ചത് ഓരോന്നും മലയാളത്തിൽ, സാലിബ ജുസിയയുടെ കാര്യത്തിൽ നമ്മൾ വിശദീകരിച്ചത് ഓരോന്നും. അഥവാ എന്താണ് വിശദീകരിച്ചത്? വൈ അല്ലേ, എന്തുകൊണ്ട് സാലിബ കുല്യയുടെ അക്സ് സാലിബ കുല്യ തന്നെയാണ് എന്ന് മലയാളത്തിൽ എഴുതണം. എന്തുകൊണ്ട് സാലിബ ജുസിയക്ക് അക്സ് ഇല്ല എന്ന് മലയാളത്തിൽ എഴുതണം. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.